വെൽക്കം. റഹ്മാനാണ്. റീനൽ പത്തോളജിയിൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസിനെ പറ്റിയാണ് ഈ വീഡിയോ. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആൻഡ് ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. സോ ഇതൊരു ഒറ്റ അസുഖമല്ല. സോ നമുക്ക് പല ഭാഗങ്ങളാക്കി മാത്രമേ ഇത് പറയാൻ പറ്റൂ. സോ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഗ്ലോമറുലോനെഫ്രൈറ്റിസിനെ പറ്റിയുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അത്. ആൻഡ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് അതിന് വേറൊരു പേരുണ്ട്, ബ്രൈറ്റ്സ് ഡിസീസ് എന്നും ഇതിന് പറയും. ബ്രൈറ്റ്സ് ഡിസീസ് എന്നും ഇതിന് ഒരു പേരുണ്ട്. ആൻഡ് പേര് പോലെ തന്നെ ഗ്ലോമറുലോ എന്നാണ് എന്റെ തുടക്കം. ഗ്ലോമറുലോ മീൻസ് നമ്മുടെ കിഡ്നിയുടെ നമുക്കറിയാം നെഫ്രോണിന്റെ ഏറ്റവും തുടക്ക ഭാഗമാണ് ഈ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. സോ ഇത് പ്രധാനമായിട്ടും ഗ്ലോമറുലൈ ഓർ ഗ്ലോമറുലസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. സോ ITS ഉണ്ട്. ITS മീൻസ് ഇൻഫ്ലമേഷൻ ആണ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലോമറുലസ് ആണ്. അല്ലെങ്കിൽ വിവിധ കാരണങ്ങളാൽ കിഡ്നിയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. നെഫ്രോണിന്റെ ആദ്യ ഭാഗം ഫിൽട്ടറിംഗ് യൂണിറ്റിന്റെ തുടക്കം ആദ്യ ഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. സോ ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ബോമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഇവിടെ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഇങ്ങനെ വന്ന് പുറത്തേക്ക് പോകുന്നു. സോ ദിസ് ഈസ് എഫറന്റ് ആൻഡ് ദിസ് ഈസ് എഫറന്റ് ആർട്ടീരിയോൾസ് ആണ്. ആൻഡ് ഇതാണ് നമ്മൾ ഈ പറയുന്ന ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഡിസീസ് പ്രൈമറിലി അഫക്ട് ദ ഗ്ലോമറുലസ് ഓഫ് നെഫ്രോൺ ആണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് നെഫ്രോണിന്റെ ഫിൽട്ടറിംഗ് സ്ട്രക്ചർ ആണ്. അല്ലെങ്കിൽ ഫിൽട്ടറിംഗ് യൂണിറ്റ് ആണ്. സോ ഇതിലൂടെ ബ്ലഡ് വരുന്നു. ബ്ലഡ് ഇവിടെ വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്ത് യൂറിൻ ആയിട്ട് മാറുന്നതിന്റെ ആദ്യ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ആദ്യപടി സംഭവങ്ങൾ എല്ലാം നടക്കുന്നത് ഈ ഫിൽട്ടറേഷൻ ഇവിടെ വെച്ചാണ് നടക്കുക. സോ ഇവിടെ ബ്ലഡ് വരാനപ്പോൾ രക്തക്കുഴലുകൾ വേണം. സോ ഇതാണ് ബ്ലഡ് വരുന്ന രക്തക്കുഴലുകൾ. അത് വീണ്ടും അഫറന്റ് ആർട്ടീരിയോൾസ് വീണ്ടും ചെറിയ ആർട്ടീരിയോൾസ് ആയിട്ട് ദെൻ അവിടെ നിന്ന് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. സോ ഇതാണ് ആർട്ടീരിയോൾസ് എങ്കിൽ അതിൽ നിന്ന് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഇങ്ങനെ ഇഷ്ടംപോലെ കാപ്പിലറീസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഈ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് അല്ലെങ്കിൽ കാപ്പിലറീസിന് സോ സപ്പോസ് ഇതാണ് കാപ്പിലറീസ് എങ്കിൽ ആൻഡ് വരച്ചു കഴിഞ്ഞാൽ ഇതിന് ധാരാളം സുഷിരങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ദീസ് ഹാവ് ഫെനിസ്ട്രേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ പോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സോ അപ്പോൾ രക്തക്കുഴലുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. രക്തക്കുഴലുകളുടെ എൻഡോത്തീലിയൽ സെൽസ് ഇതാണെങ്കിൽ ഇത് എൻഡോത്തീലിയൽ സെൽസ് എന്ന് വരച്ചാൽ ഇതുവരെ എൻഡോത്തീലിയൽ സെൽസ് ആണെങ്കിൽ ഇവിടെ സെല്ലുകളാണ്. സോ ദിസ് ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇങ്ങനെ ഗ്യാപ്പ്, ഇതിനാണ് നമ്മൾ ഫെനിസ്ട്രേഷൻസ് ഓർ സുഷിരങ്ങൾ എന്ന് പറയാം. സോ ഇത് രക്തക്കുഴലുകളുടെ എൻഡോത്തീലിയൽ സെൽസിന്റെ ഇടയിലുള്ള പോർസ് ആണ്. സോ ഇതാണ് ഫെനിസ്ട്രേഷൻസ് എന്ന് നമ്മൾ പറയാം. ആൻഡ് ഇതിനടിയിലുള്ളത് ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ് ഇതിന് അടിയിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ GBM എന്നായിരിക്കും ഇനിയൊക്കെ പറയാ, GBM. സോ ഇതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ 3 ലെയർ കാണാം. ഏറ്റവും ഇവിടെ തൊട്ടടുത്തുള്ളത് ഔട്ടർ ലാമിന. സോ എല്ലാത്തിനും ലാമിന എന്നാണ് നമ്മൾ വിളിക്കുക. ലാമിന റാറ എക്സ്റ്റേണ എന്ന് വിളിക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നടുവിലാണ് ലാമിന എന്ന ഡെൻസ് ആണ്. അടുത്ത ഡെൻസ. ദെൻ പിന്നെ ഉള്ളത് വീണ്ടും ലാമിന തന്നെയാണ്. ലാമിന മീൻസ് ലെയർ എന്നാണ്. ലാമിന റാറ ഇന്റേണ ആയിരിക്കും ഇത്. ഇങ്ങനെ 3 ലെയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ കഴിഞ്ഞാൽ പിന്നെ അതിനടിയിൽ അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. അതിനുശേഷം വരുന്ന ലെയർ എന്ന് പറയുന്നത് വിസറൽ എപ്പിത്തീലിയർ ലെയർ ആണ്. വിസറൽ എപ്പിത്തീലിയർ ലെയർ ഓഫ് ദിസ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ആൻഡ് ഇവിടെ ഉള്ളത് പോഡോസൈറ്റ്സ് ആണ്. സോ ഞാൻ ഒരു സെല്ല് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഒരു പോഡോസൈറ്റ്, പിന്നെ ഇങ്ങനെ അതിന്റെ ഒരു പോഡോസൈറ്റ്, ഇങ്ങനെ ഒരു പോഡോസൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതേപോലെ ഇവിടെ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ പോഡോസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രോസ് ആണ്. സോ ദിസ് ഈസ് എ ഫുഡ് പ്രോസ് ആണ്. ഇത് വേറൊരു ഫുഡ് പ്രോസ് ആണ്. ഇങ്ങനെ 2 ഫുഡ് പ്രോസസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ഈ ഫുഡ് പ്രോസസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ദിസ് ഫോംസ് എ ഫിൽട്രേഷൻ സ്ലിറ്റ് പോസ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഫിൽട്രേഷൻ പോർസ് ആണ്. സോ ബ്ലഡ് വെസൽസിന്റെ എൻഡോത്തീലിയൽ സെൽസ്. സോ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കാം. ഒരു സെല്ല് ഇങ്ങനെ വരയ്ക്കുന്നു, ദെൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ. സോ ഇതിലെ കൂടി എന്തെങ്കിലും ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനിടയിലൂടെ ഇപ്പുറത്തേക്ക് കടന്നുപോയി ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ. സോ ബ്ലഡ് വെസൽസിന്റെ എൻഡോത്തീലിയൽ സെൽസിന്റെ ഫെനിസ്ട്രേഷൻ വഴി ബ്ലഡിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ എല്ലാം ഈ പോഡോസൈറ്റ്സിന്റെ സ്ലിറ്റ് പോസിലൂടെ ബോമൻ സ്പേസിലേക്ക് എത്തും. സോ ദിസ് ഇസ് ദ ബോമൻ സ്പേസ്. ഇനി വേറൊരു കാര്യം, ഈ ഏരിയയിൽ ഹൈലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് പല നെഗറ്റീവ്ലി ചാർജ്ഡ്
ആയിട്ടുള്ള വലിയ പല പാർട്ടിക്കിൾസിനും, ഉദാഹരണത്തിന് പ്രോട്ടീൻസിനൊന്നും കടന്നു പോകാനായിട്ട് പറ്റില്ല എന്നുള്ള കൂടി നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഈ 3 ലെയറുകൾ ചേർന്നാണ് നമ്മുടെ ഫിൽട്രേഷൻ ബാരിയർ എന്ന് പറയുന്നത്. സോ ഫിൽട്രേഷൻ ബാരിയർ ഓർ ഫിൽട്രേഷൻ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഈ 3 ലെയറുകൾ കൂടിച്ചേരുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇതിന് ചുറ്റിയുള്ളത് ഈ സംഭവം, ഇവിടെയുള്ള ഈ സംഭവത്തിനും ഒരു ലെയർ ഉണ്ട് കേട്ടോ. ആൻഡ് അതിനെ നമ്മൾ ഔട്ടർ എപ്പിത്തീലിയൽ സെൽസ് എന്ന് വിളിക്കാം. ഇവിടെയുള്ള ഈ ഔട്ടർ എപ്പിത്തീലിയൽ സെൽസ്, അല്ലെങ്കിൽ അതിനെ പരൈറ്റൽ, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, പരൈറ്റൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്. പക്ഷേ ഇത് ഫിൽട്രേഷൻ യൂണിറ്റിന്റെ ഭാഗമല്ല. ഇനി ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഇങ്ങനെ ഉണ്ട്. ഇതിനിടയിൽ കുറെ സെല്ലുകൾ, സോ ഇതൊരു കാപ്പിലറി ഇങ്ങനെ വരികയാണെങ്കിൽ, ഇത് വേറൊരെണ്ണം വരികയാണെങ്കിൽ, ഇതിനിടയിൽ കുറെ സെല്ലുകൾ ഉണ്ട്. അതിനെ നമ്മൾ ഫില്ലർ സെൽസ് ഓർ സപ്പോർട്ടിംഗ് സെൽസ്, അല്ലെങ്കിൽ അവിടെയുള്ള സെല്ലുകളെ നമ്മൾ മീസാൻജിയൽ സെൽസ് എന്നാണ് വിളിക്കുക. മീസാൻജിയൽ സെൽസ് അല്ലെങ്കിൽ മീസാൻജിയൽ മാട്രിക്സ് എന്ന് നമ്മൾ വിളിക്കും സെല്ലുകളെ മീസാൻജിയൽ സെൽസ്. സോ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽട്രേഷൻ സിസ്റ്റം, അത് മീസാൻജിയൽ തൊട്ട് ഇവിടം വരെയുള്ള ഈ സെല്ലുകളെ ബാധിക്കുന്ന പ്രശ്നം, രോഗങ്ങളാണ്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുന്ന വിവിധ തരം രോഗങ്ങളെല്ലാം നേരിട്ടും നേരിട്ടല്ലാതെയും ഈ ഫിൽട്രേഷൻ യൂണിറ്റിനെ ബാധിക്കുന്നുണ്ട്. സോ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഈസ് എൻ അംബ്രല്ല ടേം. എല്ലാത്തിനെയും കൂടി കുറിച്ച് പറയാനുള്ള ഒരു വലിയ ടേം ആണ് ടു ഡിനോട്ട് ഓൾ ഡിസീസസ് അഫക്റ്റിംഗ് ദ ഗ്ലോമറുലൈ ഓഫ് ദ നെഫ്രോൺസ്. നെഫ്രോൺസിന്റെ ഗ്ലോമറുലൈ ബാധിക്കുന്ന വിവിധ തരം രോഗങ്ങളെ എല്ലാത്തിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ രോഗം ഉണ്ടാകാനുള്ള പാത്തോജനസിസ് പറഞ്ഞാൽ, സോ ഗ്ലോമറുലാർ ഇഞ്ചുറി ഉണ്ടാവാനുള്ള കാരണമാണ് പറയുന്നത്. സോ ഇഞ്ചുറി ടു ദിസ് ഗ്ലോമറുലസ്, അതിനുണ്ടാവാനുള്ള കാരണങ്ങൾ, ഒരു കാരണം എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിക്കലാണ്. ഇമ്മ്യൂണോളജിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂൺ റിലേറ്റഡ് എന്ന് നമുക്ക് പറയാം. സോ ഇമ്മ്യൂൺ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമുണ്ട്. ഇമ്മ്യൂണിറ്റി തന്നെ പലതരം ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ് എന്ന് നമുക്കറിയാം. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആന്റിജൻ ആന്റിബോഡി, സോ സംതിങ് ദർ ഇസ് ആന്റിബോഡി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എബി മീഡിയേറ്റഡ്. സോ ദിസ് ആന്റിബോഡി അല്ലെങ്കിൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് കിഡ്നിയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കിഡ്നിയിൽ തന്നെ ഗ്ലോമറുലസിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. സോ ഇതിനപ്പം നമ്മൾ വിളിക്കുക ഇൻസിറ്റു എന്നാണ്. ഇൻസിറ്റു ഡെപ്പോസിഷൻ ഓഫ് ദിസ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. ഇൻസിറ്റു അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഉദാഹരണം, അതിൽ തന്നെ അവിടെ തന്നെ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇൻസിറ്റു ഫിക്സഡ് ഡെപ്പോസിഷൻ, ഉദാഹരണത്തിന് മീസാൻജിയൽ ആന്റിബോഡി ഉണ്ടെങ്കിൽ ആ മീസാൻജിയത്തിലായിരിക്കും അത് ഡെപ്പോസിറ്റ് ചെയ്യുക. ദെൻ ആന്റി GBM എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഗ്ലോമറുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ആൻഡ് അതിനെതിരായിട്ടുള്ള ടൈപ്പ് 4, അവിടെയുള്ള ടൈപ്പ് 4 കൊളാജന് എതിരെ ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ബേസ്മെന്റ് മെംബ്രെയിൻ ആയിരിക്കും ബാധിക്കുക. ഇനി ഇത് ഫിക്സഡ് അല്ലാതെ ഇവിടെ പ്ലാന്റഡ് ആയിട്ടും അവിടെ ഉണ്ടാകാം എന്നുള്ളതാണ്. പുറത്തുനിന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി ഇവിടെ നിക്ഷേപിക്കപ്പെട്ടതായിരിക്കാം പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ മൂലം, അല്ലെങ്കിൽ ഈവൻ നമുക്ക് എക്സോജീനസ് എന്ന് പറയാം. അല്ലെങ്കിൽ കിഡ്നിയുടെ അകത്ത് ഇവിടെ തന്നെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എൻഡോജീനസ് പ്രശ്നങ്ങൾ മൂലം അവിടെ പ്ലാന്റഡ് ആയിട്ടുള്ളതായിരിക്കാം. ഇനി മറ്റൊരു സിറ്റുവേഷൻ, ഈ ആന്റിബോഡി ഉണ്ടായി, അത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടായി എന്ന് വിചാരിക്കുക. സോ ആന്റിബോഡി മീഡിയേറ്റഡ് തന്നെയാണ്. ആൻഡ് ഇത് ഉണ്ടാവുന്നത് ഗ്ലോമറസിൽ വന്ന് അടിഞ്ഞുകൂടുകയാണ് മറ്റു സ്ഥലത്തുണ്ടായത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഫ്രം ദ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ആണ്. സോ സർക്കുലേറ്റിംഗ് ഇമ്മ്യൂൺ കോംപ്ലക്സ് വന്ന് ഇവിടെ വന്ന് ഗ്ലോമറുലസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സർക്കുലേറ്റിംഗ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡെപ്പോസിറ്റ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഇത് തന്നെ വീണ്ടും 2 രീതിയിൽ വരാം. ഒന്ന്, ശരീരത്തിന് പുറത്തുള്ള എന്തെങ്കിലും എതിരെ സർക്കുലേറ്റിംഗ് കോംപ്ലക്സ് ഉണ്ടായതായിരിക്കാം. ഇൻഫെക്ഷൻ, ഉദാഹരണത്തിന് വല്ല ബാക്ടീരിയ വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ അതിന് മൂലം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇപ്പൊ ബാക്ടീരിയ വൈറസ് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എൻഡോജീനസ് ആകാം, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എന്തെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു ആന്റിബോഡി ഉണ്ടായിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തായിരിക്കാം. ഇപ്പൊ DNA ക്ക് എതിരായിരിക്കാം, അല്ലെങ്കിൽ സം ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ്. സോ ഇതെല്ലാമാണ് ആന്റിബോഡി റിലേറ്റഡ് എന്ന് നമുക്ക് പറയാവുന്നത്. ഇപ്പോൾ ഇമ്മ്യൂണോളജിക്കലിലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹ്യൂമറൽ കഴിഞ്ഞു. അപ്പോൾ ഉള്ളത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പൊ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്നത്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് CD4+, അല്ലെങ്കിൽ നമ്മൾ അതിനെ സൈറ്റോടോക്സിക് T സെൽസ് എന്നൊക്കെയാണ് വിളിക്കുക. സോ ഇവ റിലീസ് ചെയ്യുന്ന ഈ സൈറ്റോടോക്സിക് T സെൽസ് ആക്ടിവേറ്റഡ് ആയിട്ട് ഇവ മൂലം ഒരുപാട് സൈറ്റോകൈൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് കോസസ് സൈറ്റോടോക്സിറ്റി ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എന്താണ്, നോ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഇല്ല എന്നുള്ളതാണ്, നോ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡെപ്പോസിഷൻ. അപ്പൊ അതുകൊണ്ട് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡെപ്പോസിഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ പോസി ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഗ്ലോമറുലോനെഫ്രൈറ്റിസിനെ നമ്മൾ പോസി മീഡിയേറ്റഡ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ്
മൂന്നാമത്തെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേഷൻ, അതുവഴിയൊക്കെ ഉള്ളതാണ്. ആൻഡ് അതിലൊരു പാത്വേ ആണ് ഓൾട്ടർനേറ്റ് പാത്വേ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഓൾട്ടർനേറ്റ് പാത്വേ വഴി പ്രധാനമായിട്ടും C3 വഴിയാണ് ഉണ്ടാകുന്നത്. ആൻഡ് C3യും പിന്നെ വേറൊരു ആളുടെ പേര് പ്രോപെരിഡിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ടാകും. ആൻഡ് ഇത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മൂലം കിഡ്നിയുടെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിൽ ഗ്ലോമർലസിന്റെ ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകും. സോ ഇതാണ് ഇമ്മ്യൂൺ റിലേറ്റഡ്. ഇനി അല്ലാത്തത് മറ്റെല്ലാ കേസും നമുക്ക് നോൺ ഇമ്മ്യൂൺ റിലേറ്റഡ് അല്ലെങ്കിൽ നോൺ ഇമ്മ്യൂണോളജിക്കൽ എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യും. അങ്ങനെയും ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ഉണ്ടാകും. സോ രണ്ട് കാരണങ്ങൾ, ഇമ്മ്യൂൺ റിലേറ്റഡ് ആൻഡ് നോൺ ഇമ്മ്യൂൺ റിലേറ്റഡ്. സോ എന്ത് കാരണങ്ങളായാലും ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് തുടങ്ങിയവ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ, സോ നമുക്ക് ഇനി പറയേണ്ടത് ലൊക്കേഷൻ ആണ്, എവിടെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ 3 ലെയർ, ഇങ്ങനെ 3 ലെയറുകൾ നമ്മൾ പറഞ്ഞു. ഈ 3 ലെയറിന്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇത് ഡെപ്പോസിറ്റ് ചെയ്യുക. സബ് എപ്പിത്തീലിയായിരിക്കാം, ഉദാഹരണം ഇത് എപ്പിത്തീലിയൽ സെൽസ് ആണെങ്കിൽ അതിനടിയിലായിരിക്കാം സബ് എപ്പിത്തീലിയൽ ഡെപ്പോസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എപ്പിമെംബ്രേനിയസ് മെംബ്രെയിന്റെ മുകളിലുള്ളതായിരിക്കാം. സോ അതിനെ നമുക്ക് എപ്പിമെംബ്രേനിയസ് ഡെപ്പോസിറ്റ്സ് എന്ന് നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ സബ് എൻഡോത്തീലിയൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും സബ് എൻഡോത്തീലിയൽ ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനിടയിലുള്ള സെല്ലുകൾ ഉണ്ട് ഇങ്ങനെയാണുള്ളത്, അതിന് നമ്മൾ പറഞ്ഞത് മീസാൻജിയൽ സെൽസ് ആണ്. സോ ഈ മീസാൻജിയലും ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് അറ്റ് ദ എൻഡോത്തീലിയൽ സെൽസിലായിരിക്കാം, അല്ലെങ്കിൽ ബേസ്മെന്റ് മെംബ്രെയിനിലായിരിക്കാം, അല്ലെങ്കിൽ താഴെയുള്ള പോഡോസൈറ്റ്സ്, ഇവിടെ എല്ലാം, അല്ലെങ്കിൽ ഈ ഫിൽട്രേഷൻ യൂണിറ്റ് ഗ്ലോമറുലാർ ഈ ഫിൽട്രേഷൻ ബാരിയറിന്റെ പല ഭാഗത്തായിട്ടായിരിക്കും ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഏതെല്ലാം ടൈപ്സ് ഓഫ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് 3 തരമാക്കാം. ആദ്യത്തേത് നമ്മൾ പ്രൈമറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. ഇവിടെ പ്രശ്നം ഉള്ളത് ഗ്ലോമറുലസിൽ തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഗ്ലോമറുലൈ ഈസ് ദ പ്രെഡോമിനന്റ് സൈറ്റ്. ആൻഡ് ഇത് ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും 9 പ്രധാനപ്പെട്ട രോഗങ്ങൾ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് അക്യൂട്ട് പ്രൊലിഫെറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ് ഒന്ന്. അല്ലെങ്കിൽ അതിന് വേറൊരു പേര്, അല്ലെങ്കിൽ അതിന് കാരണം പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് നമുക്കിതിന് മറ്റു പേരുണ്ട്. അല്ലെങ്കിൽ APGN ബാർ നമ്മൾ എഴുതുക, PSGN എന്നായിരിക്കും ഇനിയൊക്കെ നമ്മൾ പറയാ. സോ ഇതാണ് ഒരു കാരണം. അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ അല്ലാത്തതിനെ നമുക്ക് നോൺ സ്ട്രെപ്റ്റോകോക്കൽ എന്നും നമുക്ക് വിളിക്കും. രണ്ടാമത്തെ കാരണം ഈസ് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് അല്ലെങ്കിൽ RPGN ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് മിനിമൽ ചേഞ്ച് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആൻഡ് ഇത് കുട്ടികളിൽ ഏറ്റവും കൂടുതലുള്ളത് 2 to 10 വയസ്സ് വരെയുള്ള കുട്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതാണ്, പീഡിയാട്രിക്. ദെൻ പിന്നെ ഉള്ളത് മെംബ്രേനിയസ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആകാം. അഞ്ചാമത്തെ നമുക്ക് പറയാനുള്ളത് മെംബ്രെയിൻ പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആറാമത്തത് ഫോക്കൽ ആൻഡ് ഓൾസോ ഡിഫ്യൂസ് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണെന്ന്. ഏഴാമത്തത് ഫോക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ സെഗ്മെന്റൽ ഗ്ലോമറുലോ തന്നെയാണ്. ദെൻ നെഫ്രൈറ്റിസിന് പകരം നമ്മളിവിടെ സ്ക്ലീറോസിസ് എന്നാണ് എഴുതുക, അതൊരു കാരണമാണ്. എട്ടാമത്തത് IgA നെഫ്രോപ്പതിയാണ് മറ്റൊരു കാരണം. ദെൻ പിന്നെ ഉള്ളത് നമുക്ക് ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. സോ ഇതെല്ലാമാണ് പ്രൈമറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. അപ്പൊ രണ്ടാമത്തെ ഇറ്റ് ഈസ് സെക്കൻഡറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. സോ മറ്റു രോഗങ്ങൾ, ഇറ്റ് ക്യാൻ ബി സിസ്റ്റമിക് ഡിസീസസ്, മറ്റ് ഡിസീസസ് മൂലമാകാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹെറിഡിറ്ററി ഡിസീസസ് മൂലവും സെക്കൻഡറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാകാം. സോ ഇത് മറ്റ് പല ഭാഗത്തായിരിക്കാം കൂടുതലൊക്കെ അഫക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡറിലി ഇറ്റ് ക്യാൻ അഫക്ട് ദ ഗ്ലോമറുലസ് ഓൾസോ. സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ സെക്കൻഡറി ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ഏതെല്ലാം അസുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 നമുക്ക് പറയാനുള്ളത് ലൂപ്പസ് ആണ്. ലൂപ്പസ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് SLE മൂലമാണ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ് മൂലം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തത് ഡയബറ്റിക് നെഫ്രോപ്പതി മൂലം ഇതുണ്ടാകാം, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാകാം. 3 നമ്മൾ പഠിച്ചിട്ടുള്ള അമൈലോയിഡോസിസ് മൂലം ഇതുണ്ടാകാം. നാലാമത്തത് വാഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസിസ് മൂലം ഉണ്ടാകാം. അഞ്ചാമത്തത് ഗുഡ് പാസ്റ്റേഴ്സ് സിൻഡ്രോം മൂലം ഉണ്ടാകാം.
6ാമത്തത് HS purpura മൂലം. HS purpura മീൻസ് ഹിനോക്, HENOCH, SCHONLEIN, ഷ്ലീൻ എന്നാണ് നമ്മൾ പറയാ. പർപ്യൂറ മൂലം നമുക്ക് ഈ രോഗമുണ്ടാകാം. 7ാമത്തെ പോളി ആർട്ടറൈറ്റിസ് നോഡോസ എന്ന് പറയുന്ന പ്രശ്നം മൂലം ഉണ്ടാകാം. പിന്നെ മറ്റു പല സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് മൂലം, ഇൻഫെക്ഷൻസ് ഇപ്പൊ ബാക്ടീരിയ മൂലം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് മൂലം ഉണ്ടാകാം, സിഫിലിസ് മൂലം ഉണ്ടാകാം, ലെപ്രസി മൂലം ഉണ്ടാകാം. സപ്പോസ് വൈറസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് HBV വൈറസ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C വൈറസ് മൂലം ഉണ്ടാകാം. ഓക്കെ, ദെൻ മലേറിയ മൂലം, മലേറിയ എന്ന് പറയുമ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഫൈലേറിയാസിസ് മൂലം ഉണ്ടാകാം. ദെൻ പിന്നെ ഒരു കാരണം 8ാമത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഇഡിയോപ്പതിക് മിക്സഡ് ക്രയോഗ്ലോബിനീമിയ മൂലവും ഉണ്ടാകാം. സോ ഇതെല്ലാമാണ് സിസ്റ്റമിക് ഡിസീസസ് മൂലം ഉണ്ടാകാവുന്നത്. ഇനി നമുക്കപ്പോ സെക്കൻഡറി ഗ്ലോമറുലോനെഫ്രൈറ്റിസ് വരുന്നത് ഹെറിഡിറ്ററി റീസൺസ് ആണ്. നമ്മൾ പറഞ്ഞു ഹെറിഡിറ്ററി ഡിസീസസ്, ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആൽപോർട്സ് സിൻഡ്രോം മൂലമാണ് ഏറ്റവും കൂടുതലൊക്കെ ഉണ്ടാവുന്നത്. ഫാബ്രീസ് ഡിസീസ് ആണ് അടുത്തത്. ഫാബ്രീസ് ഡിസീസ് ഓർ സിൻഡ്രോം മൂലമാണ്. പിന്നെ ഉള്ളത് നെയിൽ പറ്റല്ല സിൻഡ്രോം മൂലം വരാം. ദെൻ പിന്നെ ഒരു റീസൺ പറയാനുള്ളത് തിൻ മെംബ്രെയിൻ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് മൂലവും വരാം. സോ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് വരാൻ ഇത്രയധികം രോഗങ്ങൾ കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു വലിയൊരു ടോപ്പിക് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത് ഇത് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അതിന്റെ ലക്ഷണങ്ങളും എന്തെല്ലാമാണ്. സോ വാട്ട് വി ഹാവ് ടു ടോക്ക് ഈസ് അബൌട്ട് മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ. സോ ഇത് നമുക്ക് 2 ഹെഡിങ്ങിൽ പറയാൻ പറ്റും, ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. സോ ഇത്രയധികം രോഗങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും കൂടി ചേർത്ത് നമുക്ക് 2 ഹെഡിങ്ങിൽ പറയാം. 1 ഈസ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാക്കി പറയാം. 2ാമത്തത് നമുക്ക് നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസിൽ പറ്റി പറയാം. സോ ഈ 2 സിൻഡ്രോം, സോ ഇത് ഒരു രോഗമല്ല, സിൻഡ്രോം ആണ്. പല രോഗലക്ഷണങ്ങൾ ചേർന്നതിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് നമ്മൾ പറയാം. സോ ഇങ്ങനെ വിവിധ തരം ലക്ഷണങ്ങളുടെ ഒരു കോൺഗ്ലോമറേഷൻ ആണ്. അതിന്റെ ഒരു അംബ്രല ടേമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്, നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഈ 2 ഹെഡിങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതിനുശേഷം നമുക്ക് ഈ ഓരോ അസുഖങ്ങളെ പറ്റിയും നമുക്ക് പറഞ്ഞു പോറാം. ഉദാഹരണത്തിന് അക്യൂട്ട് പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് പറയണം, ക്രോണിക് പറയണം, റാപ്പിഡ്ലി പ്രോഗ്രസിംഗ്, മിനിമൽ ചേഞ്ചസ്, ഓരോന്നും നമുക്ക് പുറകെ മറ്റു വീഡിയോകളിലായിട്ട് നമുക്ക് പറയാം. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ, തുടക്ക വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ദെൻ അനാറ്റമിക്കൽ യൂണിറ്റ് ഓഫ് ദിസ് ഗ്ലോമറുലർ സബ്ഫിൽട്രേഷൻ യൂണിറ്റ് പറഞ്ഞു, പാത്തോജെനിസിസ് പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞത്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, നെഫ്രൈറ്റിക് സിൻഡ്രോം, നെഫ്രോട്ടിക് സിൻഡ്രോം, അതൊക്കെ നമുക്ക് പുറകെ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.